നമ്മൾ എത്ര വചന ശുശ്രൂഷ കേട്ടാലും, എത്ര പാട്ട് കേട്ടാലും, എത്ര ആരാധിച്ചാലും നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ദൈവദാസന്മാരായിരിക്കാം, വിശ്വാസിയായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ, ദൈവം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കില്ല സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത്. നമ്മൾ വിചാരിക്കും ചിലര് അവരെ പാപിയാണ്, അവർ പള്ളിയിൽ പോകുന്നില്ല, ആരാധിക്കുന്നില്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്നാൽ നമ്മൾ അറിയാതെ അവർ ചിലപ്പം ദൈവസന്നിധിയിൽ കണ്ണീരൊടുക്കുന്നുണ്ടായിരിക്കാം. അവരുടെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കും. നമ്മുടെ ബാഹ്യമായ രൂപത്തിലോ ചിന്തകളിലോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നിഷ്കളങ്കരായി ജീവിക്കാൻ ശ്രമിക്കാം. വചനം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കാം. ഈ വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വാക്കുകളാണ്, ജീവനുള്ള വചനങ്ങളാണ് ഈ ബൈബിളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്റെ സഹോദരങ്ങൾ, ദൈവത്തെ യേശുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വചനം, ഈ ബൈബിൾ നിങ്ങൾ വാങ്ങിക്കുക. ഈ ബൈബിൾ വായിക്കുമ്പോൾ ഇതിലെ ഓരോ വചനങ്ങളും പരിശുദ്ധാത്മാവ് ശക്തി നമ്മൾ വന്നെറിയും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളോട് നമ്മൾ സംസാരിക്കും. നീ നിരാശനാണോ? നീ രോഗിയാണോ? നിന്റെ മക്കൾ നിങ്ങളെ തള്ളി പറഞ്ഞോ? നിങ്ങൾ ഒറ്റയ്ക്കാണോ? ഏതവസ്ഥയും ആയിക്കോട്ടെ, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു സർവശക്തനാണ് ദൈവം നമ്മുടെ മധ്യയുള്ളത്. നമുക്ക് എന്ത് പ്രാർത്ഥിച്ചാൽ നമുക്ക് ചില കഷ്ടങ്ങൾ ദൈവം വിട്ടുതരും. അത് നശിപ്പിക്കാനല്ല. നീതിമാനായിരുന്നിട്ടും നീതികെട്ട നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരത്തിൽ പീഡനേറ്റുവാക്കിയ ഒരു കർത്താവാണ് നമ്മുടെ മധ്യയുള്ളത്. നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ഒരു മരത്തിന്റെ ഫലം കൊണ്ട് നമ്മുടെ നിത്യജീവൻ നഷ്ടമാക്കിയെങ്കിൽ ഒരു മരത്തിന്റെ കുരിശിൽ സ്വന്തം ജീവൻ അർപ്പിച്ച് നമുക്ക് നിത്യജീവൻ നേടിത്ത നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. സഹോദരങ്ങളെ, കഷ്ടപ്പാടും ദുഃഖങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരും. നിങ്ങൾ കുരിശുമട്ട് തന്നെ അനുഭവിക്കാനാണ് യേശു കർത്താവ് എന്നോട് പറഞ്ഞത്. ഈ ദുഃഖങ്ങൾ സന്തോഷവും സഹിക്കാനുള്ള കൃപയാണ്, ദൈവിക സമാധാനമാണ് ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, തുടർന്നുള്ള നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരോടും ദൈവത്തിന്റെ സ്നേഹം നമുക്ക് വിളിച്ചു പറയാം. ദൈവത്തിന്റെ